കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുളപ്പുരക്കല്ലിൽ വച്ചോ ഊട്ടുപുരയ്ക്കുള്ളിൽ വച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. പൂമാലക്കാവിലെ പൂരവിളക്കുകൾ നിൻ പൂമുഖം കണ്ടു കൊതിച്ചു. പൊന്നെഴുത്താം ചേലയുടെ ഞോറികളിൽ മുഖം ചായ്ച്ച് പൊന്നെഴുത്താം ചേലയുടെ ഞോറികളിൽ മുഖം ചായ്ച്ചു തെന്നലെന്റെ നെഞ്ചം തകർത്തു വീണ്ടും തെന്നലെന്റെ നെഞ്ചം തകർത്തു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. ചേലൊത്ത കൈകളാൽ ഓട്ടുകൈവട്ടകയിൽ പായസം കൊണ്ടുവന്നപ്പോൾ നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു ശൃംഗാര പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുളപ്പുരക്കല്ലിൽ വച്ചോ ഊട്ടുപുരയ്ക്കുള്ളിൽ വച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു.
അബി എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ആ അഭിനവ് എന്തോ സാർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. മാസീവ് ഇംപ്രൂവ്മെന്റ് ആണ് അഭിനവ്. ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഫസ്റ്റ് വന്ന അഭിനവും ഇപ്പൊ ഇവിടുന്ന് പാടുന്ന അഭിനവും തമ്മിൽ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ മോനെ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എന്തൊരു പാട്ടാണ്. ഓ ഉഗ്രം പാട്ട്. ഇവിടെ റീമിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. അതെ 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 അതെ. അതിന്റെ വീജി അടക്കം നമ്മളൊക്കെ ബൈഹാട്ടാ. നിങ്ങളൊരു രക്ഷയില്ല കേട്ടോ. ഒന്നും ഓ കളയില്ല അത്. എന്റെ അമ്മ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ചേച്ചി ഓ ഭയങ്കര ഇഷ്ടപ്പെട്ട, അറിയാണ്ട് നമ്മൾ ആഹാന്ന് വെച്ച് പോകുന്ന. കാരണം എന്ത് രസമുള്ള പാട്ട്. മോൻ താങ്ക് യു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു സൗണ്ട്, പക്ഷെ ഭയങ്കര ഭയങ്കര ഇരുത്തം വന്നൊരു പാട്ടുകാരനെ പോലെയാ പാടിയത്. വളരെ മെച്ചുവേർഡ് സിംഗിങ്, ഒരു പ്രൊഫഷണൽ. ഒരുപാട് ഗാനമേള, ഒരുപാട് സ്റ്റേജിലൊക്കെ പാടി തഴക്കം വന്ന വളരെ കൂളായിട്ടൊരു മത്സരത്തിലൊന്നും പാടുന്ന ഒരാളെ പോലെ ആയിട്ടല്ലേ എനിക്ക് തോന്നിയേക്കുന്നത്. ഇരുത്തം വന്ന് ഒരുപാട് പാടി സ്റ്റേജില് പൂമാലക്കാവിലെ എന്നൊക്കെ വളരെ തുറന്നൊക്കെ പാടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഈ ലൈനിലോട്ട് നീ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓ ആ തെന്നൽ എന്റെ നെഞ്ചെന്ന് പറയുമ്പോ നമ്മളെല്ലാരും കൂടെ നെഞ്ചത്തങ്ങ് അടിച്ചുപോയി. പൊന്നെഴുത്താം ചേലയുടെ ഞോറികളിൽ മുഖം ചായ്ച്ച്, പൊന്നെഴുത്താം ചേലയുടെ ഞോറികളിൽ മുഖം ചായ്ച്ചു, തെന്നലെന്റെ നെഞ്ചം തകർത്തു, വീണ്ടും തെന്നലെന്റെ നെഞ്ചം തകർത്തു. നീ സൂപ്പർ അഭിനവ്, തകർത്തു. Thank ഈ you, ഒരു ma'am. ഒറ്റ പാട്ട് മതി എന്റെ മനസ്സിൽ നീ ഇനി പോവില്ല കേട്ടോ. Thank you. താങ്ക് യു റിമി ചേച്ചി. ഹരിച്ചേട്ടാ, അഭിനവിന്റെ ഇത്രയും നാളത്തെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നാണ്. താങ്ക് യു സർ. മോന്റെ റേഞ്ചിനനുസരിച്ച് കറക്റ്റ് ആ സ്കെയിൽ ചൂസ് ചെയ്തു. ആ പാട്ട് നന്നായിട്ട് പഠിച്ചു. ഈ പറഞ്ഞ പോലെ ഒരു കർണാട്ടിക് പരിപാടി, അത് ആക്ച്വലി ഈ പാട്ട് ഓൾറെഡി ഒരു രാഗ ബേസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കർണാട്ടിക് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇങ്ങനായി പോകും. മനസ്സിലായില്ലേ? എസ്പെഷ്യലി എനിക്ക് ആ പല്ലവിയിൽ അരമണി നാണം, അത് ഒന്ന് പാടാവോ? അത് നിന്റെ നിന്റെ അങ്ങനെ പാടണ്ട, നിന്റെ ഒരു റൗണ്ട് ചെയ്ത് പാടിയാൽ മതി. അത് നിന്റെ ഇനിയും വർക്ക് ചെയ്യണം. അത് നന്നായിട്ട് കേൾക്കണം. ആ സിംഗർ എങ്ങനെയാണ് പാടിയിരിക്കുന്നത് എന്നുള്ളത് കേട്ടിട്ട്. കാരണം അത്രയും ഒരു പുഷിന്റെ ആവശ്യമില്ല. അരമണി എന്നൊന്നും പാടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അരമണി നാണം അതങ്ങനെ ഫ്രീ ആയിട്ട് പാടി വിടേണ്ടതാ. അപ്പൊ എനിക്ക് അത് ഇനിയും കർണാട്ടിക് ഇൻഫ്ലുവൻസ് കുറയ്ക്കണം. ഓക്കെ സർ. കേട്ടോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ആരും ആവര് വന്നപ്പോ ഒരു ഓളമായി മൊത്തം കൂവലും ബഹളമൊക്കെ. നമുക്കിനി മാർക്സ് ചോദിക്കാം. അഭിനവ്, എന്തോ എന്റെ മനസ്സിൽ 8.5 ആയിരുന്നു. പിന്നെ ഇത്രയും ഇംപ്രൂവ്മെന്റ് കാണിച്ച സ്ഥിതിക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ, ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ ഞാനൊരു 9 തരുന്നു. താങ്ക് യു സർ. റിമി ചേച്ചി, എന്റെ മനസ്സിൽ 9 ആയിരുന്നു. പിന്നെ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ 9 ഞാൻ തരുന്നു. അതേ 9 തന്നെ ഞാൻ തരുന്നുള്ളൂ. ഞങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ചു. ഹരിച്ചേട്ടാ, എന്റെ മനസ്സിൽ ഒരു 5 ആയിരുന്നു. ഒരു 9 ആയിരുന്നു. പക്ഷേ നിനക്കൊരു എന്താ പറയാ, കുറച്ച് ഇപ്പൊ ഇവർ രണ്ടുപേരും പ്രോത്സാഹിപ്പിക്കുക, എല്ലാരും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നീ ചിലപ്പം ഉഴപ്പിക്കളയും. Correct. അതുകൊണ്ട് പ്രോത്സാഹനം വേണ്ട. ഞാൻ ഒരു 1/2 മാർക്ക് കുറയ്ക്കുന്നു. 8.5. Thank you, sir. താങ്ക് യു ഹരിച്ചേട്ടാ. 26.5. വല്ലാത്തൊരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ജഡ്ജസ് അല്ലേ? ഭയങ്കര ജഡ്ജസ് ആണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ അബി. ഓക്കെ.